എല്ലാവർക്കും നമസ്കാരം സുഹൃത്തുക്കളെ. എൻ്റെ പേര് ഡോക്ടർ അനിൽകുമാർ ശിവൻ, തിരുവല്ല ബിലീവേഴ്സ് മെഡിക്കൽ കോളേജിലെ ന്യൂറോളജിസ്റ്റാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സ്ട്രോക്ക് അല്ലെങ്കിൽ മസ്തിഷ്കാഘാതത്തിനെ പറ്റിയാണ്. മസ്തിഷ്കാഘാതം അല്ലെങ്കിൽ പക്ഷാഘാതം എന്ന് പറയുന്നത് എന്താണ് അതിൻ്റെ രോഗലക്ഷണങ്ങൾ, അടിയന്തരമായി നമ്മൾ എന്താണ് അതിന് ചെയ്യേണ്ടത്, എന്താണ് മിനി സ്ട്രോക്ക് അല്ലെങ്കിൽ TIA, സ്ട്രോക്ക് വരാതിരിക്കാനായി നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് അതിൻ്റെ കോംപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ പരിണിത ഫലങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ആദ്യമായി തന്നെ എന്താണ് സ്ട്രോക്ക് എന്ന് പറയാം. സ്ട്രോക്ക് അല്ലെങ്കിൽ മസ്തിഷ്കാഘാതം അല്ലെങ്കിൽ പക്ഷാഘാതം അല്ലെങ്കിൽ തളർവാദം എന്ന് പറയുന്നത് തലച്ചോറിലേക്കുള്ള രക്ത ഓട്ടം കുറഞ്ഞു പോകുന്ന ഒരു അസുഖമാണ്. തലച്ചോറിലേക്കുള്ള രക്ത ഓട്ടം കുറയുന്നത് രണ്ട് രീതിയിലാകാം. ഒന്നെങ്കിൽ കഴുത്തിലെയോ അല്ലെങ്കിൽ തലച്ചോറിലെ രക്തക്കുഴലിന് അടഞ്ഞു പോകാം, അല്ലെങ്കിൽ തലച്ചോറിലെ രക്തക്കുഴൽ പൊട്ടിപ്പോകാം. ഇങ്ങനെ കഴുത്തിലെയോ തലച്ചോറിലെ രക്തക്കുഴൽ അടഞ്ഞു പോകുന്നതിനെ നമ്മൾ ഇഷ്കീമിക് സ്ട്രോക്ക് എന്നും, തലച്ചോറിലെ രക്തക്കുഴൽ പൊട്ടുന്നതിനെ നമ്മൾ ഹെമറാജിക് സ്ട്രോക്ക് എന്നും ഇങ്ങനെ രണ്ടായി തിരിക്കാം. സർവ്വസാധാരണമായി നമ്മൾ കേൾക്കുന്ന സ്ട്രോക്ക് എന്ന് പറയുന്നത് രക്തക്കുഴലിൽ അടഞ്ഞു പോകുന്ന സ്ട്രോക്കാണ്. ഓക്കെ, പക്ഷേ ഏറ്റവും സീരിയസ് ആയ സ്ട്രോക്കുകളിൽ ഒന്ന് രക്തക്കുഴൽ പൊട്ടിപ്പോകുന്ന, അല്ലെങ്കിൽ BP ഒക്കെ കൂടി രക്തക്കുഴൽ പൊട്ടിപ്പോകുന്ന സ്ട്രോക്കാണ്. അപ്പം സ്ട്രോക്ക് തന്നെ പലതരമുണ്ട്. ഇനി എന്താണ് ഈ സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങൾ? ഈ സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ക്രോഡീകരിച്ച് BEFAST എന്നാക്കിയിട്ടുണ്ട്. B ഫോർ ബാലൻസ് ആൻഡ് ബിഹേവിയർ, അതായത് പെട്ടെന്നുണ്ടാകുന്ന ബാലൻസിൻ്റെ ബുദ്ധിമുട്ടുകൾ, പെട്ടെന്നുണ്ടാകുന്ന തലകറക്കങ്ങൾ, പെട്ടെന്ന് വേച്ച് പോവുക, അല്ലെങ്കിൽ പെട്ടെന്ന് സ്വഭാവത്തിലൊരു വ്യത്യാസങ്ങൾ അറിയുക, പെട്ടെന്ന് ഓർമ്മ നഷ്ടപ്പെടുക, പെട്ടെന്ന് കൺഫ്യൂസ്ഡ് ആകുക, നമ്മൾ അന്തം വിടുക എന്നൊക്കെ പറയില്ലേ, അതൊക്കെയാണ് ആദ്യത്തെ ലക്ഷണം. രണ്ടാമത്തെ ലക്ഷണം BEFAST E എന്ന് പറയുന്നത് I ആണ്. I എന്ന് പറഞ്ഞാൽ കണ്ണിൻ്റെ കാഴ്ച പോകുക, രണ്ടായിട്ട് കാണുക, അല്ലെങ്കിൽ ഒരു സൈഡിലെ കോങ്കണ്ണ് പോലെ പെട്ടെന്ന് വരിക, ഇതെല്ലാം സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങളാണ്. മൂന്നാമത്തെ F എന്ന് പറയുന്നത് മുഖം ഒരു സൈഡിലേക്ക് കോടിപ്പോകുന്നതിനാണ്. ഫാസ്റ്റിൽ BEFAST ഫേസ്, മുഖം ഒരു സൈഡിലേക്ക് കോടിപ്പോകും, അതാണ് വേറെ പ്രധാനപ്പെട്ട ലക്ഷണം. അതിന് അടുത്തത് A എന്ന് പറയുന്നത് ആംസ് ഓർ ലെഗ്സ്, കയ്യോ കാലോ നമ്മൾ നീട്ടി വയ്ക്കുമ്പോൾ അത് താഴ്ന്നു പോകും, അല്ലെങ്കിൽ സാധനം പിടിക്കാനായിട്ടുള്ള ബലക്കുറവുണ്ടാകുന്നു. അതായത് ഒരു സൈഡിലെ കൈക്കും കാലിനും ബലക്കുറവോ ഒരു സൈഡിലെ കൈക്കും കാലിനും തരിപ്പോ വരുന്നതും ഒരു സ്ട്രോക്കിൻ്റെ ലക്ഷണമാകാം. മൂന്നാമതാണ് നമുക്ക് പിന്നീടുള്ളതാണ് S അല്ലെങ്കിൽ സ്പീച്ച് ഡിസ്റ്റർബൻസ്, അതായത് സംസാരം കുഴഞ്ഞു പോവുക, നമ്മൾ പറയുന്നത് വേറൊരാൾക്ക് മനസ്സിലാകാതിരിക്കുക, വേറൊരാളെ പറയുന്നത് നമുക്ക് മനസ്സിലാകാതിരിക്കുക, ഇതെല്ലാം സ്ട്രോക്കിൻ്റെ ലക്ഷണമാകാം. T എന്ന് പറഞ്ഞ ടൈമാണ്. 4.5 അല്ലെങ്കിൽ 3 മണിക്കൂറിനുള്ളിൽ നമ്മൾ ഒരു ന്യൂറോളജിസ്റ്റിനെ കാണുകയും അടിയന്തരമായിട്ട് ചികിത്സകൾ എടുക്കുകയും വേണം. ഇനി അടുത്ത ചോദ്യം, എല്ലാവർക്കും ഈ സ്ട്രോക്ക് വരുമോ എന്നുള്ളതാണ്. ഇനി ആർക്കൊക്കെയാണ് ഈ സ്ട്രോക്ക് വരുന്നത്? 60 വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് സ്ട്രോക്ക് വരാനുള്ള സാധ്യത കൂടും. കാരണം പ്രായം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് സ്ട്രോക്ക് വരാനായിട്ട്. പ്രായത്തിനോടൊപ്പം തന്നെ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, പുകവലി, മദ്യപാനം, ഇരുന്നുകൊണ്ടുള്ള ജോലി, വ്യായാമക്കുറവ്, അമിതവണ്ണം, ഇതെല്ലാം സ്ട്രോക്കിന് കാരണമാകാം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പ്രായമായി കഴിഞ്ഞാൽ സ്ട്രോക്ക് വരാനുള്ള സാധ്യത കൂടും. ഷുഗർ ഉണ്ടെങ്കിൽ, പ്രഷർ ഉണ്ടെങ്കിൽ, കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ, പുകവലി മദ്യപാനം ഉണ്ടെങ്കിൽ, വ്യായാമക്കുറവുണ്ടെങ്കിൽ, അമിതവണ്ണം ഉണ്ടെങ്കിൽ, കൂർക്കമ്പലി ഉണ്ടെങ്കിൽ സ്ട്രോക്ക് വരാനുള്ള സാധ്യത സാധാരണ ഒരു മനുഷ്യനേക്കാളും നമുക്ക് കൂടാം. പിന്നെ അതിനോടൊപ്പം തന്നെ ഹാർട്ട് അറ്റാക്ക് വന്ന ആൾക്കാർക്ക് സ്ട്രോക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഹൃദയത്തിൻ്റെ ഇടുപ്പിന് തകരാറുള്ള, ഏട്രിയൽ ഫിബ്രിലേഷൻ എന്ന് പറയും, ഹൃദയത്തിൻ്റെ ഇടുപ്പിന് തകരാറുള്ള ആൾക്കാർക്കും സ്ട്രോക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഏകദേശം ഒരു 40-50 വയസ്സ് വരെ സ്ട്രോക്ക് വരാനുള്ള സാധ്യത നോക്കുകയാണെങ്കിൽ സ്ത്രീകൾക്ക് കുറവായിരിക്കും. കഴിഞ്ഞാൽ അവർ ഹോർമോൺസ് അവരെ സ്ട്രോക്ക് വരാതെ ഒരു പരിധി വരെ രക്ഷിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ കുറച്ച് പ്രായം കഴിയുമ്പോൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സ്ട്രോക്ക് വരാനുള്ള സാധ്യത ഏകദേശം ഒരേപോലെയാണ്. അപ്പോൾ ശ്രദ്ധിക്കണം. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്താണ് സ്ട്രോക്കിൻ്റെ അടിയന്തര ചികിത്സ? അതിനെ നമുക്ക് 3ആയിട്ട് തിരിക്കാം. 1, അടിയന്തരമായി നമ്മുടെ രോഗലക്ഷണങ്ങൾ പെട്ടെന്ന് തിരിച്ചറിയുക. 2, അടിയന്തരമായ ടെസ്റ്റുകൾ, CT സ്കാന്, MRI സ്കാന്, CT ആൻജിയോഗ്രാം, MR ആൻജിയോഗ്രാം എന്നുള്ള പെട്ടെന്ന് കണ്ടുപിടിക്കുക. 3, അടിയന്തരമായിട്ടുള്ള മരുന്നുകൾ, അത് ക്ലോട്ട് അലിയിച്ച് കളയാനുള്ള മരുന്നാകാം, അല്ലെങ്കിൽ ക്ലോട്ട് എടുത്ത് കളയാനുള്ള ചികിത്സ രീതിയാകും. എത്രയും പെട്ടെന്ന് നമ്മുടെ വീടിനടുത്തുള്ള ന്യൂറോളജിസ്റ്റും
CT സ്കാൻ അല്ലെങ്കിൽ സ്കാൻ ചെയ്യാൻ സൗകര്യമുള്ള ന്യൂറോളജിസ്റ്റുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് നമ്മൾ എത്തുക. പറ്റുമെങ്കിൽ 3 മണിക്കൂറിനുള്ളിൽ തന്നെ. എന്നാലാണ് നമുക്ക് ആ ചികിത്സ ചെയ്യാനായിട്ട് സാധിക്കുക. ഇനിയും സ്ട്രോക്കിൻ്റെ മറ്റ് മരുന്നുകളാണ് ആസ്പിരിൻ, ക്ലോപ്പിഡോഗിൽ മുതലായ മരുന്നുകൾ. അത് സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ വീണ്ടും ഒരു സ്ട്രോക്ക് വരാൻ പറഞ്ഞല്ലോ, ആ തുടക്കത്തിൽ ക്ലോട്ട് അലിയിച്ച് കളയുക, അത് എടുത്ത് കളയുക, അതിന് ശേഷം വീണ്ടും ഒരു സ്ട്രോക്ക് വരാതിരിക്കാനായിട്ടുള്ള ചികിത്സാ രീതികളാണ് ആസ്പിരിൻ അല്ലെങ്കിൽ ക്ലോപ്പിഡോഗിൽ എന്ന മരുന്നുകൾ, കൊളസ്ട്രോളിൻ്റെ മരുന്നുകൾ, ഷുഗറിൻ്റെ മരുന്നുകൾ, പ്രഷറിൻ്റെ മരുന്നുകളൊക്കെ സ്ഥിരമായിട്ട് കഴിക്കുകയും വേണം. ഇനിയും അതിന് ശേഷം ആദ്യത്തെ 1-2 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നമ്മൾ പതുക്കെ സ്ട്രോക്കിന് നമ്മുടെ ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ഒക്യുപ്പേഷണൽ തെറാപ്പി മുതലായ ചികിത്സാ രീതികളും തുടങ്ങും. അപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതിനു ശേഷം എല്ലാ ചികിത്സകളും നമുക്ക് തുടങ്ങാം. ഏകദേശം ഒരാഴ്ചയോളം ആയിരിക്കും ഒരു സാധാരണ സ്ട്രോക്ക് രോഗികളെ ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റ് ചെയ്യുന്നത്. സീരിയസ് ആകുകയാണെങ്കിൽ വേറെ രീതിയിൽ കുറച്ചുകൂടെ അധികം ദിവസങ്ങൾ ചിലപ്പം അഡ്മിറ്റ് ആകേണ്ടി വന്നേക്കും. ഇനിയും സ്ട്രോക്കിൻ്റെ വേറെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ചില സ്ട്രോക്ക് മൂലം നമ്മളിപ്പോൾ വീട്ടിലേക്ക് നമ്മൾ ഡിസ്ചാർജായി പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് അതിൽ ശ്രദ്ധിക്കേണ്ടത്? ഒരു പരിധിവരെ നമ്മൾ അടിയന്തരമായിട്ടുള്ള ടെസ്റ്റുകളും അടിയന്തരമായ ചികിത്സകളും കൊടുത്തു കഴിഞ്ഞാൽ സ്ട്രോക്ക് രോഗികളെ ജീവിതത്തിലേക്ക് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. വളരെ ചെറിയൊരു ശതമാനം ആൾക്കാർക്ക് ഒരു പക്ഷേ നീണ്ടു നിൽക്കുന്ന പരിചരണം വേണ്ടി വന്നേക്കും. അതായത് മൂക്കിലെ ട്യൂബിൽ കൂടെ ഫുഡ് കൊടുക്കുക, RT ഫീഡ് അല്ലെങ്കിൽ നേസോഗാസ്ട്രിക് ഫീഡ് എന്ന് പറയും. അല്ലെങ്കിൽ യൂറിൻ്റെ ട്യൂബ് ഉണ്ടാക്കി, യൂറിനറി കാത്തീറ്റർ, അതിൽ കൂടെ യൂറിൻ പോകുന്നുണ്ടാവും. അപ്പം യൂറിൻ എങ്ങനെ എടുത്തു മാറ്റണം, എന്തൊക്കെയാണ് ആ മൂത്രസഞ്ചിയുടേതായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. അതിന് ഹോസ്പിറ്റലിലെ സിസ്റ്റം നിങ്ങളെ വീട്ടിൽ തന്നെ അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി ട്രെയിനിങ് തരാറുണ്ട്. അതിനോടൊപ്പം വളരെ പ്രധാനമാണ്, വീട്ടിൽ പോയി കഴിഞ്ഞാലും ഹോസ്പിറ്റലിൽ ചെയ്യുന്നത് പോലെ തന്നെ ഫിസിയോതെറാപ്പിയും സ്പീച്ച് തെറാപ്പിയും മറ്റ് കാര്യങ്ങളും കണ്ടിന്യൂ അല്ലെങ്കിൽ തുടരുക എന്നുള്ളത്. തുടർ ചികിത്സ വളരെ പ്രധാനമാണ്. സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഹോസ്പിറ്റലിൽ ഒരു 1 വീക്കോളം 5 മുതൽ 7 ദിവസം വരെ അഡ്മിറ്റ് ആക്കി മരുന്നുകൾ, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ഒക്യുപേഷണൽ തെറാപ്പി, ഷുഗറിൻ്റെയും പ്രഷറിൻ്റെയും ചികിത്സകൾ ഭംഗിയായി നോക്കിയതിന് ശേഷം വീട്ടിലേക്ക് മാറ്റി കഴിഞ്ഞാലും ഇതിൻ്റെ എല്ലാ രീതിയിലുള്ള ഫിസിയോതെറാപ്പിയും സ്പീച്ച് തെറാപ്പിയും എല്ലാം കണ്ടിന്യൂ തുടരുകയും വേണം. മരുന്നുകൾ കൃത്യമായിട്ട് കഴിക്കുകയും വേണം. ഭക്ഷണങ്ങളെല്ലാം വളരെ ശ്രദ്ധയോടുകൂടി കഴിക്കുകയും വേണം. അതിലും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ചികിത്സയിൽ മുടക്കരുത്. എല്ലാവരും തന്നെ സ്ട്രോക്ക് ഇമ്പ്രൂവ് ആയി കഴിഞ്ഞാൽ 2-3 മാസത്തിന് ശേഷം മരുന്നുകൾ മുടക്കാറായിട്ട് കാണാറുണ്ട്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. മാസം അല്ലെങ്കിൽ 1-2-3 മാസം കൂടുമ്പോൾ ന്യൂറോളജിസ്റ്റിനെ കാണുകയും പെട്ടെന്ന് തന്നെ ചികിത്സ എടുക്കുകയും വേണം. വളരെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ കൂടാണ് മനസ്സിലാക്കുന്നത്. ഇതെല്ലാം നമുക്ക് ഹോസ്പിറ്റലിൽ ഒരു രോഗി വന്നതിന് ശേഷമുള്ള കാര്യമാണ് പറയുന്നത്. പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാന കാര്യം, പൊതുജനങ്ങളുടെ ഉത്തരവാദിത്തമാണ് ആർക്കൊക്കെയാണ് സ്ട്രോക്ക് വരുന്നതെന്ന് മനസ്സിലാക്കുക, എന്താണ് സ്ട്രോക്കിൻ്റെ രോഗലക്ഷണങ്ങളെന്ന് മനസ്സിലാക്കുക, എത്രയും പെട്ടെന്ന് രോഗിയെ സ്ട്രോക്കാണെന്ന് തിരിച്ചറിഞ്ഞ് ന്യൂറോളജിസ്റ്റുള്ള ഒരു സ്ഥാപനത്തിലേക്ക് 3 മണിക്കൂറിൽ എത്തിക്കുക. സ്ട്രോക്കിന് ഒരിക്കലും ഒരു ഫസ്റ്റ് എയ്ഡ് ഇല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. സ്ട്രോക്കിൻ്റെ ചികിത്സ എന്ന് പറയുന്നത് ഫസ്റ്റ് എയ്ഡ് ഒന്നുമില്ല, നേരിട്ട് തന്നെ എത്രയും പെട്ടെന്ന് ന്യൂറോളജിസ്റ്റിൻ്റെ അടുത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ പൊതുജനങ്ങൾ അറിയേണ്ട 2ാമത്തെ പ്രധാനപ്പെട്ട കാര്യം, വീട്ടിൽ ഒരു സ്ട്രോക്ക് രോഗിയെ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് പ്രാഥമികമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ, അവർക്ക് ഫുഡ് എങ്ങനെയാണ് ഒരുക്കുന്നത്, അവരുടെ ഡ്രസ്സ് എങ്ങനെയാണ് ഒരുക്കുന്നത്, അവരെങ്ങനെയാണ് ഒരു ബെഡിൽ തിരിച്ചും മറിച്ചും കിടത്തുന്നത്, എങ്ങനെയാണ് അവർക്ക് ഫിസിയോതെറാപ്പി ചെയ്യുന്നത് മുതലായ കാര്യങ്ങളെ പറ്റിയുള്ള ഒരു സാമാന്യ അവബോധം, അല്ലെങ്കിൽ ബേസിക് നോളജ് എല്ലാവർക്കും ഉണ്ടാവേണ്ടത്. കാരണം ഓരോ സ്ട്രോക്ക് രോഗികളുടെ എണ്ണം വല്ലാതെ കൂടി വരുന്നുണ്ട്. നമുക്കറിയാം, കേരളത്തിൽ പ്രായമായവരുടെ എണ്ണം കൂടി വരികയാണ്. അതുപോലെ തന്നെ ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉള്ള ആൾക്കാരുടെ എണ്ണം കൂടി വരികയാണ്. അതും ഇപ്പോഴത്തെ ഷുഗറും പ്രഷറും കൊളസ്ട്രോളും നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടുള്ള രീതിയുണ്ട്. അപ്പം എന്തുകൊണ്ടും രോഗികളുടെ എണ്ണം കൂടി വരുന്നു. കാരണം സ്ട്രോക്ക് ഒരു ജീവിതശൈലീ രോഗമാണ്. അപ്പം ഇത്തരം കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി ഈ സ്ട്രോക്കിൻ്റെ നൂതന ചികിത്സാ മാർഗങ്ങളെക്കുറിച്ച് 2 വാക്ക് പറയാം. ഏറ്റവും പ്രധാനപ്പെട്ടത് 2 പ്രധാന ചികിത്സകളാണ്. 1ാമത്തെ എന്ന് പറയുന്നത് ക്ലോട്ട് അലിയിച്ച് കളയുന്ന മരുന്നാണ് കൊടുക്കുന്നത്. അതിന് IV ത്രോംബലൈസിസ് എന്ന് പറയും. അതിൻ്റെ പ്രധാനപ്പെട്ട മരുന്ന് എന്ന് പറയുന്നത് സാധാരണ നമ്മൾ ഗ്ലൂക്കോസൊക്കെ കൊടുക്കുന്ന പോലെ IV അല്ലെങ്കിൽ നമ്മുടെ നീല കളറിലുള്ള ഞരമ്പിൽ കൂടെ നമ്മൾ ഡയറക്റ്റായിട്ട് കൊടുക്കുക. ഏകദേശം ഒരു ബോളസ് പെട്ടെന്നൊരു ഇഞ്ചക്ഷനായിട്ട് കൊടുക്കുന്നതുണ്ട്. പിന്നെ ഇഞ്ചക്ഷനോടൊപ്പം തന്നെ ഇൻഫ്യൂഷൻ 1 മണിക്കൂറിനുള്ളിൽ സാവധാനം കൊടുക്കുന്നത്, പല രീതിയിലുള്ള ചികിത്സാ രീതികളുണ്ട്. എന്തെങ്കിലും ഒന്ന് തന്നെ പെട്ടെന്ന് നമ്മൾ എടുക്കണം.
രണ്ടാമത്തെ ചികിത്സ എന്ന് പറയുന്നത് ക്ലോട്ട് ഈ മരുന്നുകൾ കൊണ്ട് അലിഞ്ഞു പോകുന്നില്ല എന്ന് മനസ്സിലായാൽ ക്ലോട്ട് എടുത്തു കളയാനുള്ള മെക്കാനിക്കൽ ത്രോംബക്ടമി എന്നൊരു ചികിത്സാ രീതിയുണ്ട്. അതിൽ ഒരു സ്റ്റെൻറ്റ് തലച്ചോറിനുള്ളിലിട്ട് ക്ലോട്ട് എടുത്തു കളയുകയോ അല്ലെങ്കിൽ ഒരു വാക്വം ക്ലീനർ പോലത്തെ സക്ഷൻ ചെയ്യുന്നൊരു അപ്പാരറ്റസ് ഉണ്ട്. ഒരു ബ്രെയിനിനുള്ള ഒരു പ്രത്യേകതരം സക്ഷനിങ്, അതായത് ഒരു വാക്വം ക്രിയേറ്റ് ചെയ്ത് ക്ലോട്ട് എടുത്തു കളയുന്നൊരു ചികിത്സയുണ്ട്. അതും നമുക്ക് ചെയ്യാവുന്നത്. ഇതാണ് നൂതനമായിട്ടുള്ള ചികിത്സ എന്ന് പറയുന്നത്. അതിനോടൊപ്പം തന്നെ പ്രാധാന്യമാണ് ഇപ്പോഴത്തെ കാലത്ത് ഷുഗറിനും പ്രഷറിനും കൊളസ്ട്രോളും ആണെങ്കിൽ ഹാർട്ട് അസുഖങ്ങൾക്കൊക്കെ ആണെങ്കിൽ തന്നെ ഏറ്റവും മെച്ചപ്പെട്ട മരുന്നുകൾ, പണ്ടത്തെ കാലം പോലെയല്ല, മെച്ചപ്പെട്ട മരുന്നുകൾ ലഭ്യമാണ്. അപ്പോൾ അതും സ്ട്രോക്ക് വരാതിരിക്കാനായിട്ട് സാധിക്കും. നിങ്ങളെല്ലാം കാത്തിരുന്ന ഒരു ചോദ്യം, സ്ട്രോക്ക് വരാതിരിക്കാനായിട്ട് നമുക്ക് സാധിക്കുമോ? തീർച്ചയായും സ്ട്രോക്ക് വരാതിരിക്കാൻ നമുക്ക് ഒരു പരിധി വരെ സാധിക്കും. കാരണം സ്ട്രോക്ക് ഒരു ജീവിതശൈലി രോഗമാണ്. ഇതിപ്പോൾ സ്ട്രോക്കിൻ്റെ എണ്ണം അളവ് അല്ലെങ്കിൽ സ്ട്രോക്കുകളുടെ എണ്ണം കൂടാൻ കാരണം നമുക്ക് ചിട്ടയായിട്ടുള്ള ജീവിതമില്ലാത്തതും വ്യായാമക്കുറവും അമിതവണ്ണവും നമ്മുടെ ഫുഡ് ഹാബിറ്റ്സും അല്ലെങ്കിൽ ഭക്ഷണ രീതികളും തന്നെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമുക്കൊരു 40 വയസ്സ് വന്നു കഴിഞ്ഞാൽ വർഷത്തിൽ ഒരിക്കലെങ്കിലും നമ്മളൊരു ഹെൽത്ത് ചെക്കപ്പ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ഷുഗറും നമ്മുടെ പ്രഷറും നമ്മുടെ കൊളസ്ട്രോളും ഹാർട്ടിൻ്റെ ചെക്കപ്പുകളും മറ്റ് ഹൈറ്റ്, വെയ്റ്റ്, BMI, നമ്മുടെ ഹൈറ്റിന് ആനുപാതികമായ തൂക്കമാണോ നമുക്ക് ഉള്ളത്, നമ്മുടെ പ്രായത്തിന് അനുപാതികമായ തൂക്കമാണോ നമുക്കുള്ളത്, അതൊക്കെ നമ്മളൊന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. ഇനി ഷുഗറോ പ്രഷറോ കൊളസ്ട്രോളോ കണ്ടുപിടിച്ചാൽ അത് അന്ന് മുതൽ തന്നെ കൃത്യമായിട്ട് ചികിത്സിക്കുകയും ചെയ്യുക. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ തീർച്ചയായും വ്യായാമങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ആഴ്ചയിൽ 3 തവണയെങ്കിലും ഒരു 3/4 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ലഘു വ്യായാമങ്ങൾ നമ്മൾ ചെയ്യണം. ഓട്ടമാവാം, നടത്തമാവാം, സൈക്ലിംഗ് ആവാം, സ്വിമ്മിങ് ആവാം, ജിമ്മിൽ പോയ ഉള്ള ഇതാകാം. പിന്നെ കഴിവതും ലിഫ്റ്റ് ഉപയോഗിക്കാതെ നടക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരു പ്രത്യേക കാര്യം വെച്ചാൽ സിറ്റിംഗ് ഈസ് ഈക്വലൻ ടു സ്മോക്കിംഗ് എന്ന് പറയുന്നത്. പുകവലിക്ക് തുല്യമാണ് വെറുതെ ഇരിക്കുക അല്ലെങ്കിൽ സെഡൻഡറി ലൈഫ് സ്റ്റൈൽ, വെറുതെ ഇരിക്കുക എന്നുള്ളത്. സിറ്റിംഗ് ഈസ് ദ ന്യൂ സ്മോക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പുകവലിക്കുന്ന ഒരാൾക്ക് സ്ട്രോക്ക് വരാനുള്ള രീതിയിൽ അതേ സാധ്യത തന്നെയാണ് ഇരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക്. അവരപ്പം വ്യായാമത്തിലും പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഹെൽത്ത് ചെക്കപ്പിലും പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനോടൊപ്പം തന്നെയാണ് ഇപ്പം ഭക്ഷണത്തിലെ മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം. ആദ്യമേ ഞാൻ പറഞ്ഞു നമ്മൾ ഹെൽത്ത് ചെക്കപ്പ് ചെയ്യണം ഇടയ്ക്കിടയ്ക്ക്. രണ്ടാമത് ഹെൽത്ത് ചെക്കപ്പിൽ കുഴപ്പങ്ങൾ കണ്ടിച്ച ചികിത്സിക്കണം. രണ്ടാമത് ചിട്ടയായിട്ടുള്ള വ്യായാമം. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിവതും കഴിക്കുക. മൈദ, എണ്ണ, മധുരം, ഉപ്പ് ഇങ്ങനത്തെ കാര്യങ്ങൾ കഴിവതും ഒഴിവാക്കുക. ബേക്കറി പലഹാരങ്ങൾ കഴിവതും ഒഴിവാക്കുക. പിന്നെ ഈ വൈകുന്നേരങ്ങളിൽ 7 മണിക്ക് ശേഷം ഹെവി ആയിട്ട് ഡിന്നർ കഴിക്കുന്ന, അത്താഴം കഴിക്കുന്ന ഒരു ശീലം കഴിവതും ഉപേക്ഷിക്കുക. ഇതൊക്കെയാണ് ഭക്ഷണത്തിൽ നമുക്ക് ശ്രദ്ധിക്കാനുള്ള കാര്യം. നാലാമത്തെ പ്രധാന കാര്യം പുകവലി, മദ്യപാനം എന്നിവ ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. പുകവലി, മദ്യപാനം, മാനസിക സമ്മർദ്ദങ്ങൾ ഇതെല്ലാം നമുക്ക് ഉപേക്ഷിക്കാൻ സാധിക്കുക. ഉപേക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരു കാര്യം. അടുത്ത കാര്യം, അഞ്ചാമത്തെ കാര്യം വെച്ചാൽ നമുക്ക് സ്ട്രോക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് മിനി സ്ട്രോക്ക് അല്ലെങ്കിൽ TIA എന്ന് പറയുന്ന സംഭവം ഉണ്ടാകും. TIA എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മുഖം ഒരു സൈഡിലേക്ക് കൂടുക. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും BEFAST എന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ പെട്ടെന്ന് ബാലൻസിന് ഒരു ബുദ്ധിമുട്ട് വരും, ഒരു ചെറിയ തലകറക്കം വരും, ഒന്ന് വേച്ച് പോവുക, പിന്നെ അത് ശരിയാകുക. ഒരു സ്വഭാവത്തിൽ പെട്ടെന്നൊരു വ്യത്യാസം വന്നാൽ പിന്നെ അത് ശരിയാകുക. രണ്ടായിട്ടൊന്ന് കാണുക, പിന്നെ അത് ശരിയാകുക. കണ്ണിലൊരു മൂടൽ വരിക, പിന്നെ അത് ശരിയാകുക. മുഖം ഒരു സൈഡിലേക്ക് കോടി പോവുക, പിന്നെ അത് പെട്ടെന്ന് ശരിയാകുക. കൈക്കും കാലിനും ഒരു സൈഡിലെ കൈക്കും കാലിനും വിലക്കുറവ് തോന്നുക, പെട്ടെന്ന് ശരിയാകുക. ഒരു സൈഡിലെ കൈക്കും കാലിനും തരിപ്പ് തോന്നുക, പെട്ടെന്ന് ശരിയാകുക. മുഖത്തിനൊരു സൈഡിൽ തരിപ്പോ വിലക്കുറവ് തോന്നുക, ശരിയാകുക. സംസാരം ഒന്ന് കുഴഞ്ഞു പോവുക, ഒരു കൊഞ്ഞിപ്പ് പോലെ വരിക, പെട്ടെന്ന് ശരി. ഇതെല്ലാം സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങളാകാം. അതായത് അതിന് ഒരു പ്രീ സ്ട്രോക്ക് വാർണിംഗ് സൈൻസ് അല്ലെങ്കിൽ TIA എന്ന് പറയും. ഇങ്ങനെയുള്ളവരെ പെട്ടെന്ന് തന്നെ ഒരു 3 മണിക്കൂറുള്ളിൽ ന്യൂറോളജിസ്റ്റിനെ കണ്ടിട്ട് പ്രധാനപ്പെട്ട ചികിത്സകളെല്ലാം എടുക്കണം. അപ്പോൾ നമ്മൾ ഇതേവരെ സംസാരിച്ചിരുന്നത് തലച്ചോറിലെ രക്തക്കുഴൽ അല്ലെങ്കിൽ കഴുത്തിലെ അല്ലെങ്കിൽ തലച്ചോറിലെ രക്തക്കുഴൽ അടഞ്ഞു പോകുന്ന സ്ട്രോക്കിനെ പറ്റിയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചുകൊണ്ട് തന്നെ വേറൊരു തരം സ്ട്രോക്കുണ്ട്, രക്തക്കുഴൽ പൊട്ടിപ്പോകുന്ന സ്ട്രോക്ക്. അത് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കാണുന്നത് BP അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ വല്ലാതെ കൂടി തലച്ചോറിലെ രക്തക്കുഴൽ പൊട്ടുകയും അത് ജീവൻ അപകടം ഉണ്ടാക്കുന്ന രീതിയിലുള്ള സ്ട്രോക്കിലേക്ക് മാറാം. അത് പ്രായമായവർക്കാണ് പ്രധാനമായിട്ട് വരുന്നത്. പിന്നെ ചെറുപ്പക്കാർക്ക് വരുന്നത് തലച്ചോറിലെ രക്തക്കുഴലുകൾ കൊമള പോലെയാവും. അതിന് അന്യൂറിസം എന്ന് പറയും. ഇല്ലെങ്കിൽ തലച്ചോറിലെ രക്തക്കുഴൽ അമിതമായിട്ട് കെട്ടിപ്പിടഞ്ഞ് നടക്കും. അതിന് AV മാൽഫോർമേഷൻസ് ഒക്കെ. ഇതൊക്കെ ഇത് പൊട്ടിയാണ് സാധാരണ ഇതിൽ രണ്ടാമത്തെ തരത്തിലുള്ള രക്തസ്രാവം ഉണ്ടായി ഹെമറാജിക് സ്ട്രോക്ക് ഉണ്ടാകുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചാൽ ഇഷ്കീമിക് സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ രക്തക്കുഴൽ അടഞ്ഞു പോകുന്നത്, ഹെമറാജിക് സ്ട്രോക്ക് എന്ന രക്തക്കുഴൽ പൊട്ടുന്നത്. രക്തക്കുഴൽ പൊട്ടുന്നത് തന്നെ പ്രായമായവർക്കാണെങ്കിൽ കൂടുതൽ അത് BP കൂടിയതിന് ശേഷം, ചെറുപ്പക്കാർക്കാണെങ്കിൽ രക്തക്കുഴലിൽ ജന്മനാ തന്നെയുള്ള എന്തെങ്കിലും തകരാറ് മൂലം, അതിന് അനൂറിസം എന്ന് പറയും, രക്തക്കുഴൽ കൊമളയാവുന്നതിന്
രക്തക്കുഴൽ കെട്ടിപ്പിടിഞ്ഞ് കിടക്കുന്നതിന് അതിനെ AV മാൽഫോർമേഷൻസ് അല്ലെങ്കിൽ AV ഫിസ്റ്റുല എന്നൊക്കെ പറയും. ഇതിൻ്റെ ചികിത്സ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാവുന്ന പോലെ തന്നെ പ്രഷർ നന്നായിട്ട് നിയന്ത്രിക്കുക എന്നുള്ളതാണ്. പ്രധാന മരുന്നുകൾ കഴിച്ച് നന്നായിട്ട് ഉപ്പ് നിയന്ത്രിച്ച് എക്സസൈസും മറ്റ് കാര്യങ്ങളും ചെയ്ത് BP നിയന്ത്രിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ രണ്ടാമത്തെ എന്ന് പറയുന്നത് നമുക്ക് ഒരു അന്യൂറിസം കണ്ടുപിടിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ AV മാൽഫോർമേഷൻ കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട ചികിത്സകൾ ചെയ്യുക എന്നുള്ളതാണ് വരാതിരിക്കാനായിട്ടുള്ള കാര്യം. വന്നു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും അവിടെ ചികിത്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രക്തക്കുഴൽ പൊട്ടി തലച്ചോറിൽ ബ്ലീഡിങ് വന്നു കഴിഞ്ഞാൽ അവിടെ വല്ലാതെ തലച്ചോറിൽ ടെൻഷൻ വരും, അല്ലെങ്കിൽ തലച്ചോറിലെ മർദ്ദം കൂടും. ആ മർദ്ദം കുറയ്ക്കാനായിട്ടുള്ള മരുന്നുകൾ കൊടുക്കുക. മരുന്നുകൾ കൊണ്ടും മർദ്ദം കുറയുന്നില്ല എങ്കിൽ തലയോട്ടി ഇളക്കിയുള്ള ഡീകംപ്രസീവ് ക്രൈനെക്ടമി എന്ന ചികിത്സകൾ ചെയ്യുക എന്നുള്ളതാണ് ജീവൻ രക്ഷിക്കാനായിട്ടുള്ള ചികിത്സകൾ. ഇനി നമ്മൾ അന്യൂറിസത്തിനെ കുറിച്ച് പറയാം. അന്യൂറിസം അതായത് രക്തക്കുഴലിൽ കൊമള പോലെ ആകുകയാണെങ്കിൽ നമുക്ക് തലയോട്ടി തുറന്ന് അത് ക്ലിപ്പ് ഇടുക എന്ന് പറയും. അത് രക്തക്കുഴൽ അടഞ്ഞു പോകുന്ന രീതിയിൽ അത് ക്ലിപ്പ് ചെയ്യുക. ഇല്ലെങ്കിൽ തലച്ചോറിലെ രക്തക്കുഴലിനുള്ളിൽ കൂടി അതിന് കോയിലിംഗ് ചെയ്യുക എന്ന് പറയും. പിന്നെ AVM അല്ലെങ്കിൽ AV ഫിസ്റ്റുല മുതലായ ജന്മനാഥനുള്ള തകരാറുകളാണെങ്കിൽ അതിന് ഗ്ലൂ എംബോളൈസേഷൻ എന്ന് പറഞ്ഞ ചികിത്സാ രീതികളും ലഭ്യമാണ്. അപ്പം ഈ രീതിയിലുള്ള ചികിത്സകൾക്കെല്ലാം പ്രധാനപ്പെട്ട കുറച്ച് ടെസ്റ്റുകളും മറ്റു കാര്യങ്ങളും ഉണ്ടാവും. അപ്പം അതാണ് പ്രധാനമായിട്ട് അതിനെക്കുറിച്ച് പറയാനുള്ള കാര്യം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചികിത്സ എന്ന് പറയുന്നത് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കുക. ഇതോടുകൂടി നമുക്ക് ഇന്നത്തെ ചർച്ച ഇവിടെ അവസാനിപ്പിക്കാം. നമസ്കാരം.